വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മാത്സിലെ ഏരിയ എന്ന പാഠമാണ്. ഫസ്റ്റ് നമുക്ക് ഏരിയ എന്താണെന്ന് നോക്കാം. ഒരു പ്രതലത്തിന്റെ അളവ് അല്ലെങ്കിൽ ഒരു പ്ലെയിന്റെ അളവാണ് ഏരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ബോർഡ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ അളവ് അതിനെ തന്നെയാണ് ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം നമുക്കൊരു രീതിയിൽ പഠിക്കാം എങ്ങനെയാണ് ഈ ഏരിയ അളക്കുന്നതെന്ന്. ഒരു സെന്റിമീറ്റർ നീളവും 1 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു പേപ്പറിൽ വെട്ടിയെടുത്ത ആ കഷ്ണം മതി. 1 സെന്റിമീറ്റർ നീളം 1 സെന്റിമീറ്റർ വീതിയും വേണം. സമചതുരം അത് കട്ട് സമചതുര കട്ട് അങ്ങനെ പറയാൻ പാടില്ല. അത് പേപ്പറിൽ തന്നെ ആ പേപ്പറിൽ നമ്മൾ വെട്ടിയെടുക്കുന്ന ആ ഭാഗമില്ലേ അത് നമ്മൾ എത്ര എണ്ണം ഈ ബോർഡിൽ നിരത്തി വെക്കുകയാണെങ്കിൽ അത് എത്ര എണ്ണം വെച്ചാൽ ഈ ബോർഡ് നിറയുമോ അതാണ് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇപ്പൊ 10 എണ്ണം വെച്ചാൽ ഈ ബോർഡ് നിറയുമെങ്കിൽ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ 10 ആണ്. ഇത് നമ്മൾ സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് പറയുന്നത്. ഇതിന്റെ ഏരിയയുടെ യൂണിറ്റും സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് വേറൊരു രീതിയിൽ എങ്ങനെയാണ് ഒരു റെക്റ്റാങ്കിൾ തന്നിരുന്നാൽ അതിന്റെ ഏരിയ അളക്കുന്നതെന്ന് നോക്കാം. ഇത് 10 സെന്റിമീറ്റർ ആണ്, ഇത് 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിന്റെ ഏരിയ എങ്ങനെ അളക്കും? റെക്റ്റാങ്കിൾ അതിന്റെ ഏരിയ അളക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇതിന്റെ ലെങ്ത് 10 ആണ് ഇൻറ്റു ബ്രെഡ്ത്ത് 5 = 50 എന്ന് കിട്ടും. എപ്പോൾ നമ്മളൊരു സംഖ്യ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എഴുതണം. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്താ? സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതിപ്പോൾ സെൻറ്റിമീറ്റർ ആയിട്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതി. പക്ഷേ മീറ്റർ ആയിരുന്നെങ്കിൽ മീറ്റർ സ്ക്വയർ എന്ന് എഴുതുമായിരുന്നു. മീറ്റർ സ്ക്വയർ എന്ന് എഴുതുകയാണെങ്കിൽ 50 മീറ്റർ സ്ക്വയർ എന്നായിരുന്നു. ഈ പാഠത്തിൽ കൂടുതലും ട്രയാങ്കിളിന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലുള്ള ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിനും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. ഒരു ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താണ്? 3 സൈഡും കാണും, 3 ആംഗിളും കാണും. 3 സൈഡുള്ള ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ് ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇതിന് ഇങ്ങനെ ഈ 3 സൈഡും കാണും, ഈ 3 ആംഗിളും കാണും. അപ്പൊ നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കാം. ഹാഫ് ഇൻറ്റു ബേസ്, ഇതാണ് ബേസ് ഇൻറ്റു ഹൈറ്റ് പറയുമ്പം ഹാഫ് ഇൻറ്റു ബേസ് എന്ന് വെച്ചാൽ അറിയാലോ, ഏതെങ്കിലും ഒരു സൈഡ് എടുത്താൽ മതി. ഏതെങ്കിലും ഒരു സൈഡും ആ സൈഡിലേക്ക് വരുന്ന ഹൈറ്റും ആ സൈഡിലേക്ക് വരുന്ന നീളവും പെർപെൻഡിക്കുലർ ലൈൻ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഹൈറ്റ് നമ്മൾ എങ്ങനെ വരയ്ക്കും? ഇതിന്റെ ഒരു പെർപെൻഡിക്കുലർ, ഇപ്പൊ ഈ സൈഡിലോട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതായിരിക്കും അതിന്റെ ഹൈറ്റ്. ഇപ്പോൾ ഇതിന്റെ ബേസിന്റെ നീളം 5 സെന്റിമീറ്റർ, പിന്നെ ഇത് ഒരു 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഇങ്ങനെയാണ് ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു ഹാഫ് ഇൻറ്റു 6 15 ഇത്രയും കിട്ടും. 15 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ഉത്തരം കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ വന്നിരുന്ന എങ്ങനെ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. ഇനി അതിൻ്റെ ഹൈറ്റ് എങ്ങനെ അളക്കാം? നമുക്ക് ഈ 3 സൈഡ് ഉണ്ട് ഇതിന്. ആ 3 സൈഡ് നമുക്ക് ബേസ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഈ സൈഡാണ് ബേസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ഇതിലേക്ക് വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈൻ. ഈ ഒരു സൈഡാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഇതല്ലേ. അപ്പൊ ഇതിൽ നിന്ന് വരുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഇതാണ് എടുക്കുന്നതെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഇവിടെ നിന്ന് വരുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈൻ. അപ്പൊ നമ്മൾ ഇതിന്റെ ബേസ് ഇതാണ്, ഹൈറ്റ് ഇതാണ്. അങ്ങനെ വെച്ച് കണ്ടുപിടിക്കും.
ചില സമയത്ത് ഇതുപോലൊരു ട്രയാങ്കിൾ തന്നിരുന്ന അതിൻ്റെ ഹൈറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, അതാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇത് നമുക്കറിയില്ല, കാരണം ഇങ്ങനെയല്ലേ തന്നിരിക്കും. അപ്പോൾ നമ്മളത് ഇങ്ങോട്ട് ലൈൻ ഇങ്ങോട്ട് ഇങ്ങനെ നീട്ടി വരയ്ക്കാം. ഇങ്ങനെ നീട്ടി വരച്ചിട്ട് ഇതിനൊരു പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങനെ വരയ്ക്കാം. നമ്മളിപ്പോൾ ഇതാണ് ബേസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഈ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു പെർപെൻഡിക്കുലർ ലൈൻ. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ AC ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഇവിടെ നിന്ന് വരുന്നൊരു പെർപെൻഡിക്കുലർ ലൈൻ. ഇനി നമ്മൾ ഈ CB ആണ് ബേസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ നമുക്കിതിങ്ങോട്ട് നീട്ടി എടുക്കേണ്ടി വരും. എന്നിട്ട് ഇവിടെ നിന്ന് വരുന്ന ലൈൻ ഇതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് പറയുന്ന ലൈൻ. അതായിരിക്കും ഇതിൻ്റെ ഈ സൈഡ് എടുത്താലുള്ള ഹൈറ്റ്. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 12 സെന്റിമീറ്റർ സ്ക്വയർ വരുന്ന ഏരിയ ഉള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ. സെന്റിമീറ്റർ സ്ക്വയർ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് വരയ്ക്കാം. ഇങ്ങനെയൊക്കെ 4 4 × 3 എത്രയാണ്? 12. സോറി 3 12 12 × 1 അതും 12. ഇനി 6 × 2 നമുക്ക് ഒരുപാട് രീതി വരയ്ക്കാം. ഒരു സംഖ്യ വെച്ചുകൊണ്ട് നമുക്ക് ഈ 3 രീതി മാത്രം വരയ്ക്കാം. ഇനി പോയിന്റ് വെച്ചുകൊണ്ട് വരയ്ക്കാം. 8 × 1.5 = 12. അങ്ങനെയൊക്കെ പല രീതിയിൽ വരയ്ക്കാം. 4 3 വെച്ച് വരയ്ക്കുമ്പോൾ 4 സെന്റിമീറ്റർ നമുക്ക് ലെങ്തും ബ്രെഡ്ത്ത് 3 സെന്റിമീറ്റർ അടുത്ത് തിരിച്ചും വരയ്ക്കാം. ഇത് 4 സെന്റിമീറ്റർ ലെങ്ത് × ബ്രെഡ്ത്ത് 4 × 3 12 സെന്റിമീറ്റർ സ്ക്വയർ. ഇങ്ങനെ നമുക്ക് ഓരോന്നും ഇതുപോലെ. ഇപ്പൊ നമ്മൾ ഒരു ഏരിയ തന്നിരുന്നാൽ എങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള റെക്റ്റാങ്കിൾസ് വരയ്ക്കാമെന്ന് പഠിച്ചു. ഇനി ഒരു ഏരിയ തന്നിരുന്നാൽ എങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ട്രയാങ്കിൾ വരയ്ക്കാമെന്ന് നോക്കാം. ട്രയാങ്കിളിൻ്റെ ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ½ × B × H ആണ്. ½ × B × H ആണ്. അപ്പോൾ നമുക്കറിയാം, ഒരു സംഖ്യയെ ഹാഫ് കൊണ്ട് ഗുണിച്ചാൽ ആ സംഖ്യയുടെ പകുതി കിട്ടും. അപ്പോൾ B × H ഇപ്പോൾ 24 ആണെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുമ്പോൾ എത്ര? 12. അപ്പോൾ നമുക്കിവിടെ 12 കിട്ടും. അപ്പോൾ ആ രീതിയിൽ വരയ്ക്കാം. ഇപ്പോൾ 24 കിട്ടണമെങ്കിൽ എത്ര? 12 × 2 12 × 2 കിട്ടും. അപ്പോൾ എത്ര? 24. അപ്പോൾ നമ്മൾ ½ × 12 × 2 നോക്കുകയാണെങ്കിൽ 12 കിട്ടും. ഇതുപോലെ വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ 3 രീതിയിലും വരയ്ക്കാം. ആദ്യത്തെ ഈ രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ ഇത് 4 സെന്റിമീറ്റർ ആണ്. ഇത് ഹൈറ്റ് ആണ്. ഇതിലേക്കുള്ള ഹൈറ്റ് ആണ്. ഒരു പെർപെൻഡിക്കുലർ ലൈനാണ്. ഇത് 6 സെന്റിമീറ്റർ. അപ്പോൾ ½ × ഇതിലേക്കുള്ള പെർപെൻഡിക്കുലർ അല്ലേ. അപ്പോൾ ½ × ബേസ് 4 × ഹൈറ്റ് എത്ര? 6 = 12 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇത് ഇപ്പോൾ 8 സെന്റിമീറ്ററും ഇത് 3 സെന്റിമീറ്റർ ആണെങ്കിൽ ½ × ബേസ് 3 × അതിലേക്കുള്ള ഹൈറ്റ് എത്ര? 8 = 12 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇത് 12ഉം ഇത് 2 ആണെങ്കിൽ എത്ര? ½ × 12 × 2 = 12
സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മൾ ഒരു ഏരിയ തന്നിരുന്നാൽ അതിൽ പല രീതിയിലുള്ള ട്രയാങ്കിൾസ് വരയ്ക്കാൻ, പല അളവിലുള്ള ട്രയാങ്കിൾസ് വരയ്ക്കാൻ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഒരു തിയറി പഠിക്കാം. ഓൾ ട്രയാങ്കിൾസ് വിത്ത് ദ സെയിം ബേസ് ആൻഡ് ഏരിയ ഹാവ് ദെയർ തേർഡ് വെർട്ടിക്സസ് ഓൺ എ പാരലൽ ടു ദ ബേസ്. ഓൾ ട്രയാങ്കിൾസ്, എല്ലാ ട്രയാങ്കിൾസും ഒരേ ബേസ്, ഇത് ഇപ്പം ഞാൻ 3 ട്രയാങ്കിൾസ് ആണ് വരച്ചിട്ടുള്ളത്. ഒരേ ബേസും ഒരേ ഏരിയ, ഈ 3 ട്രയാങ്കിൾസിനും ഒരേ ഏരിയയാണ്. അങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചാൽ ഈ ബേസിനോട് പാരലലാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. അതിന്റെ തേർഡ് വെർട്ടിക്സസ് ആ പാരലൽ ലൈനിന് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഒരു ബേസ്, ഞാനൊരു ബേസും അതിനോടൊരു പാരലൽ ലൈൻ വരച്ചു. എന്നിട്ട് ആ ഒരു ബേസ് ആയിരിക്കും ട്രയാങ്കിളിൻ്റെത്. ഈ ട്രയാങ്കിളിന്റെ ബേസ് ഇതാണ്. അപ്പോ ആ ബേസിനോടുള്ള ആ ബേസിൽ തന്നെ നിൽക്കുന്ന ഒരു ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ ഞാൻ ഇപ്പോൾ വരച്ച ഈ ട്രയാങ്കിൾ, അത് ഇതിന്റെ ഏരിയയോട് തുല്യമാണ്, ബേസും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ തേർഡ് വെർട്ടെക്സ് ഈ പാരലൽ ലൈനിൽ തന്നെ വരും, ഈ ബേസിനോട് ചേർന്ന പാരലൽ ലൈനിൽ തന്നെ. അടുത്ത് കൺവേഴ്സ്ലി ഓൾ ട്രയാങ്കിൾസ്, കൺവേഴ്സ്ലി തിരിച്ച് അത് മറിച്ച് all triangles with the same base and third vertices on a parallel to the base have the same area. എന്ന് വെച്ചാൽ എന്താണ്? സെയിം ബേസും ഈ ബേസിനോടുള്ള പാരലൽ ലൈനിലാണ് ഇതിന്റെ തേർഡ് വെർട്ടിക്സസ്, ഈ ട്രയാങ്കിൾസിന്റെ തേർഡ് വെർട്ടിക്സസ് പാരലൽ, ആ ബേസിനോട് ചേർന്ന പാരലൽ ആണെങ്കിൽ ആ ട്രയാങ്കിൾസിന്റെ സെയിം ഏരിയ ആയിരിക്കും. ഇത് ബേസും അതിനോട് ഉള്ള പാരലൽ ലൈൻസ് ഇങ്ങനെ നമ്മൾ സെയിം ബേസും തേർഡ് വെർട്ടിക്സസ് ഈ പാരലൽ ലൈനിലാണെങ്കിൽ അതിന്റെ സെയിം ഏരിയ ആയിരിക്കും. പാരലൽ ലൈനിലാണ് ഇതിന്റെ തേർഡ് വെർട്ടിക്സസ്, അത് ഈ ബേസിന്റെ പാരലൽ ലൈനിനോട്. അപ്പോൾ ഈ ട്രയാങ്കിൾസ് ഈക്വൽ ആയിരിക്കും, ഇതിന്റെ ഈ ഏരിയ ഈക്വൽ ആയിരിക്കും. നമുക്കിതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. തിയറം ഉണ്ട്, നമുക്ക് ഇതിൽ പ്രൂവ് ചെയ്ത് നോക്കാം. ട്രയാങ്കിൾ എ ബി സി ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ച് നോക്കാം. ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 8 into 4, 16 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി അടുത്ത ട്രയാങ്കിൾ നോക്കാം. എ ഡി സി ഹാഫ് ഇൻറ്റു, അതും ബേസ് 8 തന്നെയാണ്. നമുക്ക് അതിന്റെ ബേസ് 8 സെന്റിമീറ്റർ. ഹൈറ്റ് എത്ര? ഹൈറ്റ് 4 തന്നെയാണ്. അപ്പം അതും 16 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഇനി അടുത്ത നെക്സ്റ്റ് ട്രയാങ്കിൾ ഇതാണ് എ ഇ സി. ഹാഫ് ഇൻറ്റു, അത് ബേസ് 8 തന്നെയാണ്. ഹൈറ്റ് എത്ര? 4, 16 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടി എന്താണ്? സെയിം ബേസും ഈ പാരലൽ ലൈൻ, അതിന്റെ തേർഡ് വെർട്ടിക്സസ് പാരലൽ ലൈനിലാണെങ്കിൽ അത് സെയിം ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ അതിന്റെ ഏരിയ നമുക്ക് ഒരേ 16 സെന്റിമീറ്റർ തന്നെ കിട്ടി. അപ്പോൾ അതല്ലേ ഈക്വൽ അല്ലേ? അപ്പോൾ ഈ ട്രയാങ്കിൾസ് എല്ലാം ഈക്വൽ ആണ്, നമ്മൾ അതുകൊണ്ട് തന്നെ പ്രൂവ് ചെയ്തു. അപ്പോൾ ഈ ട്രയാങ്കിൾസിന്റെ ഏരിയ ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇന്ന് പഠിപ്പിച്ച എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പാർട്ട് ദേവിക പഠിപ്പിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.